rocking out, headbang, going out of my mind. Coming hot, going down, picking up, I leave a cradle when I dive. See it from a bird's eye. I'm ready to taste no more nights, so slow pick up the pace. ഹായ്, നമ്മളിപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അതായത് ഹോം മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് മാനേജ് ചെയ്യുന്നത്, അക്കൗണ്ട്സ്, യൂസർ മാനേജ്മെൻറ്റ് ഒക്കെ കവർ ചെയ്തു. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് യൂസറിൻ്റെ ഓർഡർ മാനേജ് ചെയ്യാനുള്ള പേജാണ്. ഓർഡർ മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു യൂസർ അവരുടെ ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി എല്ലാം ആഡ് ചെയ്യുന്നു. അതിനുശേഷം ചെക്കൗട്ട് ചെയ്യുന്നു. ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് നമ്മളുടെ അഡ്മിൻ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ആ ബാക്ക് ആൻഡ് അഡ്മിനിൽ വന്ന ശേഷം ആ ഓരോ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സ്റ്റാറ്റസുകൾ മാറുമല്ലോ. അതായത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അത് അത് എവിടം വരെ എത്തി, ഓർഡർ എവിടം വരെ എത്തി എന്നുള്ള സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നുള്ള. നമുക്കിപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് യൂസേഴ്സിൻ്റെ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നു. യൂസർ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു പേജ് ഉണ്ടാവും, ഓർഡേഴ്സ്. അതിനകത്ത് അവർ അതുവരെ ചെയ്ത എല്ലാ ഓർഡറുകളുടെയും ഏത് സ്റ്റാറ്റസ് ആണ് എന്നുള്ളത് കാണാം. ഓക്കെ, അതിനുള്ളൊരു പേജാണ് നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത്. നമ്മൾ ശരിക്കും ഓർഡറിൻ്റെ ടെംപ്ലേറ്റ് ചെയ്തിട്ടില്ല. ആദ്യം നമുക്കതിൻ്റെ ടെംപ്ലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ജസ്റ്റ് ഓർഡറുകൾ ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു ഓർഡർ ID, ഓർഡർ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസോ, അങ്ങനെ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള മതി. അതിൻ്റെ സ്റ്റാറ്റസ് ഇത്രയും മതി. ഓർഡർ ID, പ്രൈസ്, അത്രയും കാര്യങ്ങൾ മതി. ഡേറ്റ്, സ്റ്റാറ്റസ്, അത്രയും സംഭവങ്ങൾ നമ്മളിപ്പോൾ ഇടുന്നുള്ളൂ. അത് നമുക്ക് നമ്മുടെ കാർട്ടിൻ്റെ പേജ് തന്നെ വേണമെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ടെംപ്ലേറ്റിനകത്ത് ആദ്യം പുതിയൊരു നമ്മുടെ കാർട്ട് പേജ് കോപ്പി ചെയ്തൊരു പുതിയൊരു ലിങ്ക് ഇടുവാണ്. orders.html എന്ന് പറഞ്ഞ് ഈ കാർട്ട് കണ്ടെയ്നറിന് പകരം അതുപോലെ കാർട്ട് പേജിനകത്ത് നമ്മളൊരു കാർട്ടിൻ്റെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിരുന്ന കാർട്ടിൻ്റെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്ത പേജ് ഉണ്ടായിരുന്നു, കാർട്ട് കണ്ടെയ്നർ. അത് തന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാനൊരു ഓർഡർ കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു പേജ് ചെയ്തു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഈ കാർട്ട് കണ്ടെയ്നറിൻ്റെ പേജിനെ ഓർഡർ കണ്ടെയ്നർ എന്ന് പറയുന്ന പേജിനെ നമുക്ക് ഓർഡറിന് വേണ്ടി ഉള്ള രീതിയിലാക്കാം. നമുക്ക് ബേസിക്കായിട്ട് ആ ഒരു ഓർഡറിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്ന് യൂസർക്ക് ഡിസ്പ്ലേ ഇത് കാണാം. അതിന് വേണ്ടിയുള്ള ഒരു പേജ്. ഓക്കെ, ഇവിടെ നമ്മൾ കാർട്ട് കണ്ടെയ്നറിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ തന്നെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഈ കണ്ടീഷൻസ് നമ്മളിപ്പം വേണ്ട, അതവിടെ കിടക്കട്ടെ. എൽസ് കണ്ടീഷൻ അതുകൊണ്ട് അത് രണ്ടും എടുത്ത് കളഞ്ഞു. ജസ്റ്റ് നമ്മൾ ആ ഒരു ഡിസൈൻ മാത്രം ഒന്ന് ഇടുവാണ് ആദ്യം. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി സബ് ടോട്ടൽ എന്നുള്ളത് മാറ്റിയിട്ട് ഓർഡറിൻ്റെ പ്രോപ്പർട്ടി ആക്കാൻ പോവാണ്. ഓർഡർ ID, ഡേറ്റ്, സബ് ടോട്ടലിന് പകരം നമ്മൾ ടോട്ടൽ പ്രൈസ്, പിന്നെ നമ്മൾ ഓർഡർ സ്റ്റാറ്റസ്, ഈ 4 ഫീൽഡ് തന്നെ മാത്രം ഇടുകയാണ്. സ്റ്റാറ്റസ് ഇടുന്നു. ഓക്കെ, ഓർഡർ ID, ഡേറ്റ്, പ്രൈസ്, സ്റ്റാറ്റസ്. പിന്നെ ഇവിടെ ലൂപ്പ് വേണ്ട. ലൂപ്പ് നമുക്ക് ഇപ്പം തൽക്കാലം കട്ട് ചെയ്യുകയാണ്. അതിന് പകരം നമ്മൾ ടേബിളിലൊരു TD ഇട്ടിരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ TDക്കകത്ത് ഓർഡർ ID കൊടുക്കുക. എന്തെങ്കിലും ഒരു ID കൊടുക്കുന്നു. പിന്നെ ഡേറ്റ് വരണം. പിന്നെ പ്രൈസ് വരണം, ടോട്ടൽ പ്രൈസ് വരണം. ഇപ്പോൾ തൽക്കാലം നമ്മളൊരു ടെംപ്ലേറ്റ് എന്നുള്ള രീതിയിൽ വാല്യൂ കൊടുക്കുകയാണ്. പിന്നെ സ്റ്റാറ്റസ് കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ കൺഫേംഡ് അല്ലെങ്കിൽ ഓർഡർ പ്രോസസ്ഡ് എന്നൊക്കെ വരുന്ന സ്റ്റാറ്റസുകളാണ് വരുന്നത്. ഓക്കെ, ഇത് കളഞ്ഞു, N4 കളഞ്ഞു, ഈ ഡിവും ടോട്ടൽ പ്രൈസും നമ്മൾ കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഓർഡേഴ്സിൻ്റെ അകത്ത് നമ്മുടെ ഇൻക്ലൂഡ് കാർട്ട് കണ്ടെയ്നറിന് പകരം നമ്മൾ ഓർഡർ കണ്ടെയ്നർ എന്നാക്കുവാണ്. ഓർഡർ കണ്ടെയ്നർ .html എന്ന് ആക്കി. ഇപ്പോൾ നമുക്ക് ഓർഡറിൻ്റെ ഒരു പേജായി.
ഓക്കെ, ഇപ്പം നമ്മൾ ഓർഡേഴ്സിൻ്റെ പേജ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഓർഡേഴ്സിൻ്റെ നമ്മൾ വ്യൂ ഫംഗ്ഷൻ എഴുതണം അല്ലേ. വ്യൂവിലെത്തുന്നു. ഇവിടെ നമ്മൾ ഷോ കാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു റിമൂവ് കാർട്ടുണ്ട്, ചെക്കൗട്ട് ഉണ്ട്, ആഡ് ടു കാർട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതുവാണ്. ഷോ കാർട്ട് പോലെ തന്നെ വേറെ ഫംഗ്ഷനോട് എഴുതുവാണ്. വ്യൂ ഓർഡേഴ്സ്. ഓക്കെ, ഇത് ശരിക്കും ഒരു യൂസർ ലോഗിൻ ആണെന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രം മതി വ്യൂ ഓർഡേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞ പോലെ തന്നെ ലോഗിൻ റിക്വയർഡ് എന്ന് പറയുന്ന ഡെക്കറേറ്റർ നമ്മളിവിടെ കൊടുക്കുന്നു. അതായത് ഒരു ലോഗിനായ ഒരു യൂസറിന് മാത്രം നമുക്ക് ഓർഡർ കണ്ടാൽ മതി. അപ്പോൾ ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞ ഒരു ഡെക്കറേറ്റർ കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരെ, അതായത് ആ യൂസറിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ആ യൂസറിൻ്റെ എല്ലാ ഓർഡറുകളും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നേരെ, അതായത് ലോഗിൻ ചെയ്ത ആ യൂസറിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ യൂസറിൻ്റെ എല്ലാ ഓർഡറുകളും ആക്ച്വലി നമുക്ക് കാണണ്ട. അതിൽ ഓർഡർ ഡെലിവേർഡ്, റിജക്റ്റഡ്, കൺഫേംഡ് ആയിട്ടുള്ള ഓർഡറുകൾ മാത്രം നമുക്ക് കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് ടെംപ്ലേറ്റിൽ യൂസറിൻ്റെ ഓർഡറുകളിൽ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഓർഡറിൻ്റെ മോഡലിൻ്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 അല്ലെങ്കിൽ ഒരു യൂസറിന് 0 സ്റ്റേജ് എന്ന് വെച്ചാൽ അവരുടെ കാർഡ് സ്റ്റേജാണ്. ഈ കാർഡ് സ്റ്റേജിലുള്ള ഓർഡറുകൾ നമുക്ക് യൂസറിൻ്റെ ഓർഡറിൽ ലിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ കാർഡ് സ്റ്റേജിലല്ലാത്ത എല്ലാ ഓർഡറുകളുമാണ് യൂസർ വ്യൂ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ വ്യൂ ഫംഗ്ഷനകത്ത് എഴുതാൻ പോകുന്നത് ഓർഡറുകൾ, അതായത് ആ യൂസറിൻ്റെ എല്ലാ ഓർഡറുകളും ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു ഏത് യൂസറാണോ ലോഗിൻ ചെയ്തത്, അതായത് ലോഗിൻ ചെയ്ത യൂസേഴ്സിന് മാത്രമേ എന്തായാലും ഓർഡർ സെക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ഏത് യൂസറാണോ ലോഗിൻ ചെയ്തത് ആ യൂസറിൻ്റെ എല്ലാ ഓർഡറുകളും കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഫിൽറ്റർ എഴുതുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ എഴുതാം. നമ്മൾ ഈ ഷോർട്ട് കട്ട് ഫംഗ്ഷൻ അങ്ങ് കോപ്പി ചെയ്യുകയാണ്. ഇതന്നെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഷോർട്ട് കട്ട് കോപ്പി എടുത്തു. ഇതിനാകെ ആദ്യം നമ്മൾ ലോഗിൻ റിക്വയർഡ് ആയിട്ടുള്ള യൂസർക്ക് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ആ ഒരു ലോഗിൻ റിക്വയർഡ് കണ്ടീഷൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ഇട്ടു. ഷോ കാർട്ടിൻ്റെ പേര് ഞാൻ ഷോ ഓർഡേഴ്സ് എന്നാക്കി. ആദ്യം തന്നെ യൂസറിൻ്റെ നേരത്തെ നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് യൂസർ വെച്ച് യൂസറിനെ ഗെറ്റ് ചെയ്യുന്നു, അത് നമുക്ക് വേണം. പിന്നെ നമ്മൾ കസ്റ്റമറെ ഗെറ്റ് ചെയ്തു, അതും വേണം. പിന്നെ ഇവിടെ നമ്മൾ കണ്ടീഷൻ എഴുതുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ ഓർഡേഴ്സും, അതായത് നമുക്ക് ആ യൂസറിൻ്റെ എല്ലാ ഓർഡേഴ്സും കിട്ടണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. നോക്കിയേ, ഇതിനകത്ത് നമ്മളൊരു ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫീൽഡ് ഇട്ടിട്ടുണ്ട്, കസ്റ്റമർ ഏതാണെന്നുള്ളത്. അതായത് നമുക്കപ്പം ആ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫിൽറ്ററാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ആദ്യം കസ്റ്റമറുടെ പ്രൊഫൈൽ, അതായത് നമ്മൾ നേരത്തെ ചെയ്തതായതുകൊണ്ടാണ് അതിന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. യൂസറിൽ നിന്ന് നമുക്ക് കസ്റ്റമറെ കിട്ടി. പിന്നെ ഓർഡർ കിട്ടാൻ വേണ്ടി ഞാനൊരു വേരിയബിൾ എഴുതുവാണ്, ഓൾ ഓർഡേഴ്സ്. ഈ ഓൾ ഓർഡേഴ്സിനകത്ത് ഫീൽഡ് എഴുതുന്നത് ഓർഡർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ. ഓക്കെ, എന്താണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ ഈക്വൽ ടു കസ്റ്റമർ. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാ ഓർഡറുകളും കിട്ടും. പക്ഷേ നമ്മുടെ ഒരു കണ്ടീഷനിൽ നമ്മൾ കാർഡ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഓർഡറുകൾ മാത്രം മതി. അത് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എക്സ്ക്ലൂഡ്, അതായത് ഇവിടെ നമ്മുടെ മോഡൽ ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മളൊരു ഓർഡർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഇവിടെ കൊടുത്തിരുന്നു. ഈ ഓർഡർ സ്റ്റാറ്റസ് ഫീൽഡ് ഉദ്ദേശിക്കുന്നത് 0, അതായത് ഓർഡറിൻ്റെ സ്റ്റാറ്റസ് 0 ആണെങ്കിൽ ആ ഓർഡർ ബേസിക്കലി അത് ഒരു കാർട്ടിൽ സേവ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ, അതൊരു ഓർഡറായിട്ട് കൺഫേം ആയിട്ടില്ല. നമുക്ക് ബാക്കിയുള്ള സ്റ്റേജുകൾ ഉള്ള ഓർഡറുകൾ നമുക്ക് കിട്ടിയാൽ മതി. കൺഫേംഡ് ആയിട്ടുള്ള ഓർഡറുകൾ, അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഓർഡറുകൾ, ഡെലിവേർഡ് ആയിട്ടുള്ള ഓർഡറുകൾ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അതുകൊണ്ട് നമ്മൾ ആ ഒരു കണ്ടീഷൻ എഴുതുവാണ്, എക്സ്ക്ലൂഡ്
കാർട്ട് സ്റ്റേജ് എക്സിക്യൂട്ട് ഓർഡർ സ്റ്റാറ്റസ് കാർട്ട് സ്റ്റേജ്, അതായത് ഓർഡർ സ്റ്റാറ്റസ് കാർട്ട് സ്റ്റേജിലുള്ളത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്ന ചെയിൻഡ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ചെയിൻഡ് അങ്ങനെ കണ്ടീഷൻസ് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അത് നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫിൽറ്ററിൻ്റെ പുറത്ത് ഫിൽറ്ററോ, ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആദ്യം കസ്റ്റമർ ഓണർ ആയിട്ടുള്ളത് മാത്രം ഓർഡറുകൾ വരുന്നു. ആ ഓർഡറുകളിൽ നിന്ന് ഓർഡർ സ്റ്റാറ്റസ് 0 അല്ലെങ്കിൽ കാർട്ട് സ്റ്റേജിലുള്ളത് ഒഴിവാക്കുന്നു. അപ്പോൾ ആ ഡേറ്റ ആയിരിക്കും നമുക്ക് ഈ ഓൾ ഓഡീസിനകത്ത് വരുന്നത്. പിന്നെ നമ്മളതിൻ്റെ ഡിക്ഷണറി എഴുതുന്നു. കോണ്ടസ്റ്റ് ഈക്വൽ ടു ഓഡീസ് ഓൾ ഓഡീസ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ പേര് odis.html എന്നാണ്, അത് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഓർഡർ എല്ലാം ഗെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതി, ഷോ ഓഡീസ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ URL ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ urls.py വരുന്നു. ഇവിടെ നമ്മൾ കാർട്ട് എഴുതിയ പോലെ തന്നെ ഓഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡീഷണൽ URL ഇടുന്നു. ഓഡീസിനകത്ത് ഞാൻ ഫംഗ്ഷനായിട്ട് ഷോ ഓഡീസ് എന്നിടുന്നു, നെയിമായിട്ട് ഓഡീസ് എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് ഈ ഓർഡറിൻ്റെ ഹൈപ്പർ ലിങ്ക്, അതായത് ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഹൈപ്പർ ലിങ്ക് ഈ URLൻ്റെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ടെംപ്ലേറ്റ്സിൽ വന്നു, മെനുവിലെത്തുന്നു. ഓക്കെ, മെനുവിൽ യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനിൽ മാത്രം നമുക്ക് ഓഡീസ് ലിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ LIയിൽ യൂസർ ഈ ഒരു അക്കൗണ്ട്സ് ഒക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ മേളിലായിട്ട് ജസ്റ്റ് എഴുതുന്നു, അതിനുള്ള ഹൈപ്പർ ലിങ്ക് എഴുതുന്നു. ഓഡീസ് എന്ന് പറഞ്ഞൊരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നു. ഓക്കെ, അതായത് ഒരു യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു കണ്ടീഷൻ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റിന് അത് എഡിറ്റ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഇത്രയും മാത്രം എഴുതി. ഇനി ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓഡീസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രമേ ഓഡീസിൻ്റെ ലിങ്ക് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടീഷൻ എഴുതിയിരിക്കുന്നത് തെറ്റാണ്, എൽസിനകത്താണ് ഇട്ടേക്കേണ്ടത്. ഓക്കെ, ഹോം പ്രോഡക്റ്റ് അക്കൗണ്ട്സ്, ഈ ഒരു കണ്ടീഷനിൽ ലോഗിൻ ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ മാത്രം മതി. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുകയാണ് യൂസറിൻ്റെത്. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഓഡൈസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്, ഓഡൈസ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഓർഡർ ID, ഡേറ്റ്, ടോട്ടൽ പ്രൈസ്, സ്റ്റാറ്റസ്, ഈ 4 ഫീൽഡ്. നമുക്ക് സ്റ്റാറ്റസിൻ്റെ വേണമെങ്കിൽ ഒന്നും കൂടെ കൺഫേംഡ്. ഓക്കെ, ഓർഡർ ID, ഡേറ്റ്, ടോട്ടൽ പ്രൈസ്, സ്റ്റാറ്റസ്. ഇത് നമ്മൾ കുറച്ചും കൂടെ ഇനിയിപ്പോൾ നമുക്ക് ടെംപ്ലേറ്റിൽ പോയി എഡിറ്റ് ചെയ്യാം. ഓർഡർ കണ്ടെയ്നറിലെത്തി. ഓക്കെ, നമ്മൾ കാർട്ടിൽ ചെയ്തിരിക്കുന്ന അതേ ഓപ്പറേഷനാണ് അവിടെ ചെയ്യേണ്ടത്. കാർട്ടിൽ ഐറ്റം കാണിച്ചതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഓർഡറുകൾ കാണിക്കണം. നമുക്ക് ഈ ഇഫ് ഒന്ന് കോപ്പി എടുത്തേക്കാം. ഓഡേഴ്സിനകത്ത് വരുന്നു, ഓർഡർ കണ്ടെയ്നറിനകത്ത് വരുന്നു. ഇവിടെ ടേബിളിൻ്റെ മുകളിലായിട്ട് നമ്മൾ കണ്ടീഷൻ എഴുതുന്നു. ഇഫ് ഓഡേഴ്സ്, നമ്മുടെ അവിടെ ഓഡേഴ്സ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഓഡേഴ്സ് ആണെങ്കിൽ ഓക്കെ, ഇഫ് ഓഡേഴ്സ് എന്തെങ്കിലും ഓഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ടേബിളിലേക്ക് മൂവ് ആവുക. എൽസ് ജസ്റ്റ് എംപ്റ്റി ഓർഡർ എന്നെല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. No ODs. Okay.
നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ഓർഡർ കണ്ടെയ്നറിനകത്ത് നമ്മളൊരു ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓഡേയ്സ് എന്നുള്ള രീതിയിലാണ് വ്യൂ ഫംഗ്ഷനകത്ത് നമ്മൾ ഓഡേയ്സ് എന്നുള്ള രീതിയിലാണ് ഡിക്ഷണറിയിൽ എല്ലാ ഓഡേയ്സും അയച്ചിരുന്നത്. നമ്മളതുകൊണ്ട് ഓഡേയ്സ് എന്നിവിടെ കൊടുത്തു. ടെംപ്ലേറ്റിൽ ഓഡേയ്സ് എന്ന് കൊടുത്തുന്നു. ഓക്കെ, ഓഡേയ്സിനകത്ത് ഓർഡർ ID, ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഓർഡർ ഡേറ്റിൻ്റെ പാരാമീറ്റർ വരുന്നത് ക്രിയേറ്റഡ് ആറ്റ്. അതുപോലെ ഓർഡർ പ്രൈസ് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞൊരു ഓർഡറിൻ്റെ പ്രൈസ് വരുന്നത് ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞൊരു പാരാമീറ്ററാണ് ടോട്ടൽ പ്രൈസ്. ഓക്കെ, പിന്നെ വരുന്നത് ഓർഡർ സ്റ്റാറ്റസ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റാറ്റസ് ഇൻറ്റിജർ ഫീൽഡായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളത് കണ്ടീഷൻ വൈസ് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ വേണമെങ്കിൽ ഒരു ഓക്കെ, ഏതാണ് കണ്ടീഷൻ അത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇത് കാണിക്കേണ്ടതുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ കണ്ടീഷനായിട്ട് എഴുതാം. തൽക്കാലം നമ്മൾ ഓർഡർ സ്റ്റാറ്റസ് എന്നിടാം, എന്നിട്ട് നമുക്കത് മാറ്റാം. ഓക്കെ, റിഫ്രഷ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഡേറ്റ് വന്നു, പ്രൈസ് വന്നു, സ്റ്റാറ്റസ് വരുന്നു. ഓരോ ദിവസത്തെ നമ്മുടെ ഓർഡർ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് ഉള്ള കണ്ടീഷൻസോടെ വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഓർഡർ സ്റ്റാറ്റസ് 1 എന്നെല്ലാം കൊടുക്കുന്നതിന് പകരം നമുക്കൊരു ടെംപ്ലേറ്റ് ടാഗ് എഴുതിയിട്ട് അത് കുറച്ചും കൂടെ ഒന്ന് നീറ്റാക്കാം. നമ്മൾ ഗെറ്റ് ടോട്ടൽസ് ഒക്കെ എഴുതിയ പോലെ തന്നെ പുതിയൊരു ടെംപ്ലേറ്റ് ടാഗ് കൂടെ ഇടുകയാണ്. ജസ്റ്റ് ഒരു പുതിയൊരു ടാഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഗെറ്റ് സ്റ്റാറ്റസ് എന്നിട്ടേക്കാം. നമുക്ക് അവിടെ വേണ്ടത് ഈ ഗെറ്റ് ടോട്ടൽ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഒരു ഗെറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ഗെറ്റ് സ്റ്റാറ്റസ് എന്നുള്ള നെയിമിലാണ് നമ്മൾ ടാഗ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെയും ഗെറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഈ കാർട്ട് എന്നുള്ള ആർഗ്യുമെൻ്റ് അല്ല, നമുക്കൊരു സ്റ്റാറ്റസ് ആർഗ്യുമെൻ്റ് ആയിരിക്കും അവിടെ വരിക. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൺഫേംഡ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കാണിക്കുക. അതുപോലെ 2 ആണ് സ്റ്റാറ്റസ് ആയിട്ട് വരുന്നെങ്കിൽ പ്രോസസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുക. അതിനുവേണ്ടി നമ്മളൊരു array ഡിക്ലെയർ ചെയ്യുന്നു. അറേക്ക് വേണ്ടി സ്റ്റാറ്റസ് അറേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഈ സ്റ്റാറ്റസ് അറേയിൽ നമ്മൾ കണ്ടീഷൻസ് ആയിട്ട് ഓക്കെ, ആദ്യം ഞാൻ എഴുതുന്നത് കൺഫേംഡ് ആണ്. പക്ഷേ നമ്മുടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളവിടെ കാർട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആദ്യം 0th കണ്ടീഷൻ, അതായത് നമ്മുടെ കാർട്ടിൽ ഇപ്പോൾ ഇവിടെ എല്ലാം വന്നേക്കുന്ന 1 ആണ്, കാരണം ഇതെല്ലാം ഓർഡർ കൺഫേംഡ് സ്റ്റേജാണ്. പക്ഷേ ഇതിന് മുമ്പ് ഒരു സ്റ്റേജ് നമുക്കുണ്ട് 0, അതായത് കാർട്ട് 0 ആയിരിക്കുന്ന സ്റ്റേജ്.
നമ്മൾ അവിടെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ആ ഡേറ്റയാണ് ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അറേയുടെ ഇൻഡെക്സ് 0 ആക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റസ് ഏതാണോ ആ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ട് ഈ സ്റ്റാറ്റസ് അറേ ഒരു അറേക്കകത്ത് എല്ലാ വാല്യൂ ഇട്ടിട്ട് ആ സ്റ്റാറ്റസ് അറേയുടെ ഇൻഡെക്സ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്ന സ്റ്റാറ്റസ് പാസ് ചെയ്യുന്നു. അതായത് അവിടെ നമുക്ക് 1 വരുന്നെങ്കിൽ ആ ഫസ്റ്റ് ഇൻഡെക്സിൽ ഉള്ള ഏത് വാല്യൂ ആണോ അത് പാസ്സായി പോകുന്നു. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു അറേയിൽ എല്ലാ ഡേറ്റ ഇട്ട് കൊടുക്കുകയാണ്. പ്രോസസ്ഡ്, ഡെലിവേർഡ്, റിജക്റ്റഡ് എല്ലാ ഡേറ്റയും ഇട്ട് കൊടുത്തു. ഇതിന് ശേഷം ഈ സ്റ്റാറ്റസ് അറേയിൽ പക്ഷേ ഇവിടെ നമുക്ക് 0th എലമെൻ്റാണ് കൺഫേംഡ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന സ്റ്റാറ്റസിനെ ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ 2 ആയിരിക്കും വരുന്നത്. കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റ പ്രോസസ്ഡ് ആയിട്ടായിരിക്കും ഇപ്പം കാണിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് അങ്ങനെയല്ല. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് 2 ആണെങ്കിൽ സ്റ്റാറ്റസ് 1 ആണെങ്കിൽ 0th ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് സ്റ്റാറ്റസ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റസ് ഈക്വൽ ടു സ്റ്റാറ്റസ് -1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരെ views.py ഇവിടെ views.py അല്ല, നമ്മുടെ ടെംപ്ലേറ്റ്സിലെത്തി. ഓക്കെ, ഇവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തു, രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കാർട്ടിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ കാർട്ടിൻ്റെ കണ്ടെയ്നറിനകത്ത് ചെയ്ത പോലെ തന്നെ കാർട്ടിൻ്റെ കണ്ടെയ്നറിനകത്ത് ഇതുണ്ട്. ഇതേപോലെ ലോഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഗെറ്റ് സ്റ്റാറ്റസ് ഇവിടെ ഓർഡർ കണ്ടെയ്നറിനകത്തും ലോഡ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇതിവിടെ ലോഡ് ചെയ്യിക്കുന്നു. ഗെറ്റ് ടോട്ടൽ ലോഡ് ചെയ്യിക്കുന്നു. ഗെറ്റ് ടോട്ടൽ അല്ല, ഗെറ്റ് സ്റ്റാറ്റസ് ലോഡ് ചെയ്യിക്കുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റാറ്റസിൻ്റെ അവിടെ ഇത് നമ്മുടെ ടാഗ് കൊടുക്കുന്നു. ഓക്കെ, നമ്മളൊന്ന് സെർവർ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഓർഡർ പേജ് ഒന്നുകൂടി എടുക്കുന്നു, റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് ഓർഡർ കൺഫേംഡ് എന്നുള്ള സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് അഡ്മിനിൽ ഈ സ്റ്റാറ്റസുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം അല്ലേ? അതിനുവേണ്ടി നമുക്ക് അഡ്മിനിൽ ഒന്ന് ലോഗിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഹോമിലെത്തി ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറിൻ്റെ അതുവരെയുള്ള ഓർഡർ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കൂടുതലൊരു ഡിസൈൻ ലെവലിലൊക്കെ സ്റ്റൈൽ ചെയ്യാം. അത് നിങ്ങളിത് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഡിസൈനൊക്കെ റിച്ച് ആക്കുക. ഓക്കെ, ഞാനിത് ലോഗൗട്ട് ചെയ്തു. ഇനി അഡ്മിനായിട്ടൊന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിൽ നിന്ന് അവർക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. അതിനുള്ളൊരു ഓപ്ഷനാണ് കാണേണ്ടത്. വേണ്ടി വീണ്ടും അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, അഡ്മിനകത്ത് ഓർഡേഴ്സ് എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ അഡ്മിനകത്ത് എല്ലാ ഓർഡേഴ്സും ഉണ്ട്, കാണാൻ പറ്റും. ഓർഡേഴ്സിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ എപ്പോഴും കാർട്ട് ഓർഡർ ആയിരിക്കും കിടക്കുന്നത്. അതായത് നമ്മുടെ കാർട്ടിൻ്റെ ഡേറ്റ ആയിരിക്കും അവിടെ കിടക്കുന്നത്. ആ ഓർഡർ നമുക്ക് വേണ്ട. ഓക്കെ, ഓർഡർ കൺഫേംഡ്. ഓക്കെ, നമുക്കപ്പോൾ ഇതൊന്ന് ഇവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വേറൊന്നുമില്ല. ഓരോന്നും ക്ലിക്ക് ചെയ്യുന്നു. ഏതാണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഓർഡർ സ്റ്റാറ്റസ് നമ്മുടെ ഇതിനകത്ത് മാറുന്നുണ്ടാവും. നമ്മുടെ യൂസർ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ആ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരെണ്ണം മാറ്റി ലോഗൗട്ട് ചെയ്തു, യൂസറായിട്ട് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, യൂസറിൻ്റെ ഓർഡറിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, കണ്ടോ? അപ്പോൾ ലാസ്റ്റ് ഓർഡർ ഡെലിവേർഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അഡ്മിനകത്ത് നമ്മൾ ചെയ്തപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം എല്ലാ ഓർഡറുകളും നമുക്കൊരു ഫിൽട്ടർ ചെയ്ത് കാണാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നു. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴെല്ലാം നമ്മൾ
നമ്മുടെ അഡ്മിൻ കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി അധികം നോക്കിയിട്ടില്ലായിരുന്നു. അഡ്മിൻ, അതായത് അഡ്മിനകത്ത് എങ്ങനെയാണ് നമുക്ക് വേറെ എന്തെങ്കിലും അത് ഒന്നുകൂടെ പറയണേ. ഓക്കെ, നമ്മൾ അഡ്മിനിൽ ഒന്നുകൂടെ ലോഗിൻ ചെയ്യുന്നു. ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രൊഫഷനുണ്ട്. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ കുറേ ഓർഡേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഹരിനാഥിൻ്റെ ഓർഡറുകൾ മാത്രമായിട്ട് കാണണം, അല്ലെങ്കിൽ രാഹുലിൻ്റെ ഓർഡറുകൾ മാത്രമായിട്ട് കാണണം. അങ്ങനെ അത് ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഫ്രണ്ട് എൻഡിലുള്ള ഡേറ്റയിലൊക്കെ നമ്മുടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അഡ്മിൻ ആണെങ്കിൽ നമുക്കിവിടെ പല കസ്റ്റംസൊക്കെ നമുക്ക് കുറേ കൂടെ റിച്ചായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യാൻ മീൻസ് ഇപ്പോൾ നമുക്ക് കസ്റ്റമറുടെ ബേസ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ കണക്ക് അടുക്കാം, അല്ലെങ്കിൽ ഓർഡർ ഐ ഡി സെർച്ച് ചെയ്യാനുള്ള സെർച്ച് ബോക്സ് ഒക്കെ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഹരിനാഥ് എന്ന് പറയുന്ന ഒരു യൂസറിൻ്റെ ഇപ്പോൾ എല്ലാ ഓർഡറുകളുടെയാണ് അഡ്മിനിൽ കാണിച്ചിരിക്കുന്നത്. ഹരിനാഥിൻ്റെ ഓർഡർ മാത്രമായിട്ട് കാണണം, അല്ലെങ്കിൽ കൺഫേംഡ് ഓർഡറുകൾ മാത്രം കാണണം, അല്ലെങ്കിൽ ഡെലിവേർഡ് അല്ലെങ്കിൽ റിജക്റ്റ് ഓർഡറുകൾ മാത്രം കാണണം. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള സെർച്ചിങ്ങോ അല്ലെങ്കിൽ ഫിൽറ്ററിങ്ങോ ഒന്നും നമ്മളിപ്പോൾ അഡ്മിനകത്ത് കിടപ്പില്ല. നമുക്ക് ആകെ കിടക്കുന്നത് ഓൾറെഡി കിടന്ന ഓർഡറുകൾ ഡാറ്റാബേസിൽ കാണുന്ന പോലെ കാണുക, പിന്നെ ഒരു ഡീഫോൾട്ടായിട്ടുള്ള കുറച്ച് ഫിൽറ്റർ ആക്ഷനുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ അഡ്മിനിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ വളരെ റിച്ച് ലെവലിൽ ഈവൻ ഇൻ്റർഫേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബേസിക്കായിട്ട് എങ്ങനെയാണ് നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് സെർച്ച് ആഡ് ചെയ്യുന്നതെന്നൂടെ പറയാം. ഓക്കെ, സാധാരണ നമ്മൾ ഒരു മോഡലിൻ്റെ അഡ്മിനിലേക്ക് നമ്മൾ ഡേറ്റ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരുന്ന ഇത്രയും കാര്യങ്ങളായിരുന്നു. ഒന്ന് വെറുതെ അഡ്മിൻ സൈറ്റ് ഡോട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോഡലാണ് കൊടുത്തിരുന്നത് അല്ലേ. ഇപ്പോൾ അതുപോലെ നമുക്ക് കസ്റ്റമായിട്ട് ആ മോഡലിന് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം, എന്തൊക്കെ ഫിൽറ്റർ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഒരു വഴിയുണ്ട്. നമുക്കിവിടെ ഏത് മോഡലിൻ്റെ ആണോ നിങ്ങൾ അഡ്മിൻ കസ്റ്റമൈസ് ചെയ്യാൻ ചെയ്യുന്നത്, എൻ്റെ മെയിനായിട്ടും അതിൻ്റെ ഒരു കസ്റ്റം അഡ്മിൻ നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ചെയ്തിരുന്നത് മോഡൽ അഡ്മിൻ ആണ് ചെയ്തിരുന്നത്. ആ മോഡലിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു മോഡൽ അഡ്മിൻ ക്ലാസ് അഡ്മിൻ പാക്കേജിനകത്തുനിന്ന് മോഡൽ അഡ്മിൻ ക്ലാസ് എക്സ്റ്റെൻസ് ചെയ്ത് നമുക്കൊരു പുതിയൊരു അഡ്മിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ചെയ്യുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതാണോ ഇവിടെ നമ്മൾ ബൈ ഡീഫോൾട്ട് ഉള്ള ഒരു അഡ്മിൻ ക്ലാസ്സിനെ, അതായത് ഇവിടെ നമ്മൾ ശരിക്കും ഓർഡർ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അഡ്മിൻ ക്ലാസ് ഉണ്ട്, മോഡൽ അഡ്മിൻ ക്ലാസ് ഉണ്ട്. ആ മോഡൽ അഡ്മിൻ ക്ലാസ്സിന് പകരം നമ്മൾ നമ്മുടേതായ ഒരു മോഡൽ അഡ്മിൻ എഴുതി കഴിഞ്ഞാൽ, മോഡൽ അഡ്മിൻ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഡൽ അഡ്മിൻസ് എഴുതിയിട്ട് അതിവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ കുറേ ചേഞ്ചസ് വരുത്താൻ പറ്റും. അതായത് എന്തൊക്കെ ഫിൽറ്ററുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ഇതാണ്. ഇതേപോലെ നമ്മൾ ഏത് ക്ലാസ് ആണോ ആണോ ആ ക്ലാസ്സിൻ്റെ ഒരു അഡ്മിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു മോഡൽ അഡ്മിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നമുക്ക് ലിസ്റ്റ്_ഫിൽറ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു അറേ ഉണ്ട്. ലിസ്റ്റ്_ഫിൽറ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിനകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ഏതൊക്കെ ഫീൽഡുകളാണ് ഫിൽറ്ററായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ സെർച്ച് ഫീൽഡ്സിനകത്ത് നമുക്ക് എന്തൊക്കെ സെർച്ച് ഫീൽഡ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓർഡർ അഡ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓർഡർ അഡ്മിനകത്ത് നമുക്ക് ഫിൽറ്ററായിട്ട് വേണ്ടത് നമ്മുടെ കണ്ടീഷനകത്തുള്ള കസ്റ്റമറിൻ്റെ നെയിം, അത് ഓണർ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. പിന്നെ രണ്ടാമത് ഓർഡർ സ്റ്റാറ്റസ് ഫിൽറ്ററായിട്ട് നമുക്ക് കാണേണ്ടതാണ്, ഓർഡർ സ്റ്റാറ്റസ് കൊടുത്തു. മൂന്നാമത് ഓക്കെ അത് മതി, ഓർഡർ സ്റ്റാറ്റസും വേണമെങ്കിൽ ഡേറ്റ് വേണമെങ്കിൽ ഡേറ്റും വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റഡ് ഡേറ്റ് വേണമെങ്കിൽ ക്രിയേറ്റഡ് ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ക്രിയേറ്റഡ് ഡേറ്റ് കൊടുക്കണമെന്നില്ല, ഇത്രയും മതി. ഓർഡർ സ്റ്റാറ്റസ് ഓണർ ഇത് രണ്ടും കൊടുത്തു. പിന്നെ സെർച്ച് ഫീൽഡിനകത്തും നമുക്ക് കസ്റ്റമർ കൊടുത്തേക്കാം. ഓക്കെ, ഓർഡർ ഐ ഡിയും കൊടുത്തേക്കാം. ഓക്കെ, രണ്ട് സെർച്ച് ഫീൽഡ് കൊടുത്തു, ഓർഡർ അഡ്മിൻ കൊടുത്തു. ഇനി രജിസ്റ്റർ ചെയ്യുന്നതിനകത്ത് വെറുതെ അഡ്മിൻ സൈറ്റ് ഡോട്ട് രജിസ്റ്റർ എന്നതിനൊപ്പം തന്നെ നമുക്കിവിടെ നോക്കി അറിയാം, ഇവിടെ രണ്ട് കാര്യങ്ങൾ ഈ രജിസ്റ്ററിന് ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിയേ, അഡ്മിൻ ക്ലാസ് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ അതുകൊണ്ട് ഇപ്പം നമ്മുടെ ബൈ ഡിഫോൾട്ട് അഡ്മിൻ ക്ലാസ് മാറ്റി ഓർഡർ അഡ്മിൻ എന്നുള്ള ക്ലാസ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിതൊന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ സൈഡിൽ ഒരു ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഹരിനാഥിൻ്റെ ഓർഡർ മാത്രം കാണണമെങ്കിൽ ഹരിനാഥിൻ്റെ ഓർഡർ, കൃഷ്ണൻ്റെ ഓർഡർ മാത്രം, അതുപോലെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കാണാൻ പറ്റും. എല്ലാവരുടെയും ആരുടെയൊക്കെ ഓർഡർ കാണണം. അതുപോലെ ഓർഡറിൻ്റെ തന്നെ സ്റ്റാറ്റസ് ഉണ്ട്. ഡെലിവേർഡ് ആയിട്ടുള്ള ഓർഡർ മാത്രം കാണണമെങ്കിൽ ഓർഡർ ഡെലിവേർഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ,
ഇതാണ് അതിനകത്തുള്ള ഒരു ഇത്. ഫിൽറ്ററും അതുപോലെ സെർച്ചും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓർഡർ കൺഫേംഡ്, ഓർഡർ പ്രോസസ്ഡ്, എല്ലാം ഓർഡർ പ്രോസസ്ഡ് മാത്രമാണെങ്കിൽ പ്രോസസ്ഡ് എന്ന് പറഞ്ഞാണ്. കൺഫേംഡ് മാത്രം ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേംഡ്. ഇപ്പം നമ്മൾ 2 ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരാളെ ക്ലിക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പം ക്ലിയർ ഓൾ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഡറുകളും വീണ്ടും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു കാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പല സെക്ഷൻസും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ലുക്ക് ആൻഡ് ഫീൽസിൽ ചേഞ്ചുകൾ വരുത്താം. അതേപോലെ ഇപ്പം നമ്മൾ ഓഡേഴ്സ് എന്നുള്ള ചെയ്തിരിക്കുന്നത് വേണേൽ മാറ്റാം. അത് ഓഡേഴ്സിൻ്റെ അപ്പോൾ ഇതിനകത്ത് എല്ലാ പേജുകളിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വല്ലതും ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ഇത് എത്രയൊക്കെ റിച്ച് ആക്കാൻ പറ്റുമോ അത്രയൊക്കെ റിച്ച് ആക്കി ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ കാർട്ടിൻ്റെ ഓൾമോസ്റ്റ് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിപ്ലോയ്മെൻ്റ് ആണ്. നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം.